Hi everyone, MyTechBite എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ Paytm വഴി എങ്ങനെ ഫാസ്ടാഗ് പർച്ചേസ് ചെയ്യാമെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഓർഡർ ചെയ്ത് എനിക്കിവിടെ ഡെലിവറി ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് Paytm വഴി ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുന്നായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം ഫാസ്ടാഗ് എല്ലാ വണ്ടിയിലും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇനി ഫാസ്ടാഗ് ഇല്ലാത്ത വണ്ടി നമ്മൾ ടോൾ വഴി പാസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ടോളിൽ ഡബിൾ എമൗണ്ട് അവിടെ കൊടുക്കേണ്ടതായിട്ട് തന്നെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫാസ്ടാഗ് ഇപ്പോൾ എല്ലാ വണ്ടിയിലും നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ Paytm വഴി തന്നെയാണ് ഫാസ്ടാഗ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു Paytm ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ അടുത്ത് Paytm അക്കൗണ്ട് ഉണ്ട്. അത് മാത്രമല്ല Paytm വഴി നമ്മൾ റീചാർജ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ക്യാഷ് അതിൽ പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടുന്നൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് വെച്ച് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ഒരു ഫാസ്ടാഗ് നമ്മുടെ കാറിന് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പെട്ടുപോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞിരുന്നത് തന്നെയായിരിക്കും. അപ്പം നമുക്ക് ആദ്യം എങ്ങനെയാണ് ഈ ഒരു ഫാസ്ടാഗ് Paytm വഴി പർച്ചേസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് Paytm അക്കൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് Paytm ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ തൊട്ട് താഴെയായിട്ട് തന്നെ മാനേജ് ഫാസ്ടാഗ് അല്ലെങ്കിൽ ബൈ ഫാസ്ടാഗ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ബൈ ഫാസ്ടാഗ് എന്നുള്ളത് എടുക്കാം. എന്നിട്ട് അതിൽ താഴെ ബൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇനി ഇവിടെ നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുക്കാം. ഇനി കാറിൻ്റെ അല്ലെങ്കിൽ ഏത് വണ്ടിയുടെ ഇതാണോ ആ വണ്ടിയുടെ നമ്പർ ഇവിടെ ചൂസ് ചെയ്യാം. എനിക്കിവിടെ കാറാണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ നമ്പർ ചൂസ് ചെയ്തിട്ടുണ്ട്, നമ്പർ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം RCയുടെ ഫ്രണ്ടും ബാക്കും ഒറിജിനൽ തന്നെ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിൻ്റെ ഒരു പോർഷനോ അതുപോലെ തന്നെ ബാക്കിൻ്റെ ഒരു പോർഷനോ ഫോട്ടോ എടുത്ത് അതിൽ അറ്റാച്ച് ചെയ്യാം. ഇവിടെ 350 റുപ്പീസാണ് Paytmൻ്റെ ആ ഒരു ചാർജ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 250 ബാലൻസ് അതിൽ തന്നെ ഉണ്ടാകും. അപ്പം ഞാനിവിടെ എൻ്റെ കാർഡ് പേയ്മെൻറ്റാണ് നടത്തുന്നത്. സോ നിങ്ങൾ അതിന് മുന്നേ തന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ കാർഡ് വഴി തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. സോ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം ബൈ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ആ ഓപ്ഷനും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ OTPയും കാര്യങ്ങളൊക്കെ അടിച്ച് നിങ്ങളെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതായത് നമ്മളെ ഫാസ്ടാഗ് ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫാസ്ടാഗ് നമ്മുടെ വീട്ടിൽ കൊണ്ടുതരുന്നത് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഇത് എങ്ങനെ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിലെ തന്നെയാണ് ഒട്ടിക്കേണ്ടത്. അപ്പം എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ വരുന്നുണ്ട്. ഈ ഒരു ഇത് പറിച്ചതിന് ശേഷം ഈ ഒരു സ്റ്റിക്കർ പീൽ ചെയ്യുക, എന്നിട്ട് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. അപ്പം നമുക്ക് അടുത്തത് എങ്ങനെയാണ് ഇത് കാറിന് ഒട്ടിക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഈ ഒരു ഫാസ്ടാഗ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ എപ്പോഴും ഫ്രണ്ട് ഗ്ലാസിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് തന്നെ ഒട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോൾ ബൂത്തിൻ്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സെൻസർ അല്ലെങ്കിൽ അത് സ്കാൻ ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് സ്പോട്ട് മിഡിലായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് സ്കാൻ ആവില്ല. അപ്പം അവിടെ നമുക്ക് ചെറിയൊരു പ്രശ്നം വരും. അപ്പം മാക്സിമം നമ്മൾ മിഡിൽ ഭാഗത്തായിട്ട് ഗ്ലാസിൻ്റെ ഏറ്റവും ടോപ്പിൽ ആ ബ്ലാക്ക് ഷെയ്ഡിൻ്റെ കുറച്ച് താഴെയായിട്ട് തന്നെ മിഡിൽ ഭാഗത്തായിട്ട് തന്നെ ഒട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് Paytm വഴി ഫാസ്ടാഗ് പർച്ചേസ് ചെയ്യാം. എനിക്ക് 3 ദിവസം കൊണ്ട് തന്നെ ഇവിടെ ഡെലിവറി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പം Paytm തന്നെയാണ്. ഇതിൽ തന്നെ നമുക്ക് ഫാസ്ടാഗ് റീചാർജ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിൽ തന്നെ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.